Hi friends, the Garden YouTube channel. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നൊരു ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ബോക്സ് വന്നിട്ടുള്ളത് Tharappel നഴ്സറിയിൽ നിന്നാണ്. അപ്പോൾ Tharappel നഴ്സറിന്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ പ്ലാന്റ്സ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഒക്കെ നമ്മൾ തപ്പി നടന്ന് കണ്ടുപിടിച്ച് വരുമ്പോൾ പ്ലാന്റ്സ് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട്. കുറച്ച് വലിയ പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മുടെ കണ്ണിൽ പെടാം. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കാറുണ്ടല്ലോ, ചെറിയ പ്ലാന്റ് കിട്ടിയിരുന്നെങ്കിൽ, കുറച്ച് റേറ്റ് കുറവിൽ ചെറിയ പ്ലാന്റ് കിട്ടിയിരുന്നെങ്കിൽ വാങ്ങായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അൺബോക്സിംഗിൽ എന്ന് പറഞ്ഞാൽ ജിഫി സൈസിലുള്ള, അതായത് ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ വളരെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് റേറ്റ് ഒന്നും ആവില്ല അതിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് നമുക്ക് ഇങ്ങനെ വാങ്ങാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് അങ്ങനത്തെ ചെറിയ ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെ കിട്ടുമ്പോൾ. അപ്പോൾ Tharappel നഴ്സറിയുടെ ആ ഒരു കാറ്റലോഗിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിഫി ഐറ്റംസിൽ വരുന്ന കുറേ പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അൺബോക്സിങ്ങിൽ ഒരു അലോക്കേഷ്യ കോംബോ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ജിഫി ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതൊന്ന് നമ്മുടെ ഇന്നത്തെ ആ ഒരു ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ തന്നെ എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ള ബോക്സാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലാന്റ്സ് അയച്ചു തന്നിട്ടുള്ളത് Tharappel നഴ്സറി ആണ്. Tharappel നഴ്സറി വയനാട്ടിലാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കൊറിയറായിട്ട് അയച്ചു തന്നിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് ഈ ബോക്സിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. ബോക്സ് ഒക്കെ ഫുള്ള് തുറന്നതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഫുള്ള് പേപ്പറിൻ്റെ കുറേ വേസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒരു കുഷൻ പ്രൊവൈഡ് ചെയ്തേക്കുന്നതാണ്. പ്ലാന്റ്സിന് പരിക്കൊന്നും വരാത്ത രീതിക്ക് എത്താൻ വേണ്ടിയിട്ട്, സേഫായിട്ട് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് കുറേ പ്ലാന്റ്സ് ഇതുപോലെ പേപ്പറിൽ റോൾ ചെയ്തിട്ടാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ എടുത്തത് ബ്ലാക്ക് പെപ്പറോമിയാണ്. അപ്പോൾ ബ്ലാക്ക് പെപ്പറോമിയ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പക്ഷേ പ്ലാന്റ് നല്ല സേഫായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ജിഫി ബാഗിലുള്ളതാണ്. ജിഫി ബാഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ കാണുന്ന ആ ഒരു ബാഗിനെയാണ് ജിഫി ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രൊപ്പഗേറ്റഡ് ആയിട്ടുള്ള ചെറിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഫിലോഡൻഡ്രം ബിർക്കിനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു വൈറ്റ് വരയൊക്കെ വരാനുണ്ട് കേട്ടോ. അത് ചെറിയ ബേബി പ്ലാന്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡ് കൂടി നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഫിലോഡൻഡ്രം ബിർക്കിനാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് അടുത്തത് അൺറോൾ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാ പ്ലാന്റ്സും ഇതുപോലെ പേപ്പറിൽ ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് നല്ല സേഫായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ബോക്സ് നല്ല സ്റ്റിഫായിട്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പ്ലാന്റ്സിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അടുത്തൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഡിലി ഫിഗ് ആണ്. ഫിഡിലി ഫിഗിൻ്റെ ചെറിയൊരു പ്ലാന്റ് ആണ്, ഒരു ബേബി പ്ലാന്റ് ആണ്. നമ്മുടെ ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ്, നല്ല ഹൈറ്റ് വെച്ച് പോകുന്ന പ്ലാന്റ് ഒക്കെ നമ്മൾ ചെന്ന് വാങ്ങാൻ ചെല്ലുമ്പോൾ നല്ല റേറ്റ് ഒക്കെ നമുക്ക് വരാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചെറിയ ഇതുപോലെ ഇപ്പോൾ ക്ഷമയുള്ളവരാണെങ്കിൽ ചെറിയ പ്ലാന്റ് വാങ്ങിയിട്ട് വലുതാക്കി എടുക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും, അങ്ങനെ വളർത്തുന്നവരൊക്കെ കാണും. അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ് ഒക്കെ വാങ്ങിയാൽ വലിയ റേറ്റ് ഒന്നും ആവില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് ഇവരുടെ വാട്സപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് ഉണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. റേറ്റും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ട്. അതൊന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്യാം. മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ബോക്സിൽ വന്നിട്ടുള്ളത് അലോക്കേഷ്യ കോംബോ ആണ്. അപ്പോൾ അലോക്കേഷ്യൻ്റെ ഫസ്റ്റ് വെറൈറ്റിയാണിത്. ഒരു 4-5 അലോക്കേഷ്യയും പിന്നെ കുറച്ച് പെപ്പറോമിയൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കോംബോ ആണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ആ കാറ്റലോഗ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയുണ്ട്, ആ ഒരു കോംബോയിൽ എന്തൊക്കെ പ്ലാന്റ്സ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ എത്ര റേറ്റാണ് ആ കോംബോക്ക് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നത് പെപ്പറോമിയ വെറൈറ്റിയാണ്. ഒരു പെപ്പറോമിയ വെറൈറ്റിയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയൊരു പ്ലാന്റ് ആണ് കേട്ടോ അത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു പ്ലാന്റ് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ക്ലിക്കായില്ല. ലിപ്സ്റ്റിക് പ്ലാന്റ് ആണോ എന്താണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കാം. ഇനി അടുത്തതായിട്ട് വരുന്നതും ഒരു അലോക്കേഷ്യ വെറൈറ്റി, അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റ് ആണ്. ഇതും ആ ഒരു അലോക്കേഷ്യ കോംബോയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള, ജിഫി ബാഗിലാണേലും അത്യാവശ്യം നല്ല സൈസിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് വെൽവെറ്റിൻ്റെ വരുന്നത്. 3 ലീഫൊക്കെ ആയിട്ട് നല്ല സൈസിൽ വരുന്നുണ്ട്. ഇനി അടുത്ത പ്ലാന്റ് ഒരു ദിഷിഡിയ വെറൈറ്റിയാണ്. ദിഷിഡിയയുടെ സ്ലീപ്പിംഗ് ദിഷിഡിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ആ ഒരു ലീഫൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ ഒരു പതിഞ്ഞിരിക്കുന്ന ടൈപ്പാണ്. അതായത് ഒരു സ്ലീപ്പിംഗ് ഒരു മോഡിലൊക്കെ നിൽക്കുന്ന രീതിക്കുള്ള ഒരു പ്ലാന്റാണിത്. ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ഒരു കൂടി ഇരിക്കുന്ന ഒരു ടൈപ്പ് ലീഫോട് കൂടിയിട്ടുള്ളൊരു ദിഷിഡിയ വെറൈറ്റിയാണിത്. ഇനി അടുത്ത പ്ലാന്റും ഒരു അലോക്കേഷ്യ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അലോക്കേഷ്യ കോംബോയിൽ വരുന്നൊരു അലോക്കേഷ്യയാണ്. ഒരു ചെറിയൊരു മിനിയേച്ചർ ടൈപ്പ് ചെറിയ ലീഫ് വരുന്ന ഒരു അലോക്കേഷ്യയാണ്. അത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. ചെറിയ പ്ലാന്റ് ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്.
ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ പേര് സ്പൈക്ക് മോസ് എന്നാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ്. നമുക്ക് ഈ പരന്ന ചട്ടികളിലോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബുഷിയായിട്ട് നല്ല പരത്തി ഇങ്ങനെ പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ നിയോൺ കളറും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു അപ്പിയറൻസും ഒക്കെ കാണാൻ നല്ല രസമാണ്. നല്ല ബുഷിയായിട്ട് ഇങ്ങനെ തിക്കായിട്ട് നിന്നോളൂ. പിന്നെ അടുത്തത് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഈ ഒരു ബോക്സിൽ വന്നിട്ടുള്ളത് ബബിൾ പ്ലാന്റ് ആണ്. ബബിൾ പ്ലാന്റ് അറിയാത്തവരുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു വീഡിയോ ബബിൾ പ്ലാന്റിൻ്റെ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ബോക്സിലെ അടുത്ത പ്ലാന്റ് അതൊരു അലോക്കേഷ്യ വെറൈറ്റി തന്നെയാണ്. ആ ഒരു കോംബോയിൽ വരുന്നതാണ്. അലോക്കേഷ്യ സിൽവർ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇതും അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ആ ഒരു സിൽവർ കളറിലെ ലീഫിൽ ആ ഒരു ഡാർക്ക് ഗ്രീൻ ഇങ്ങനെ ഒരു വെയിൻസ് ഒക്കെ വന്നിട്ട് നല്ല രസമാണ് ഈ പ്ലാന്റ് കാണാൻ. ഇതിപ്പോൾ ചെറുതിനേലും നല്ല ഭംഗിയാണ് ഇത് നല്ല മെച്ചുവേർഡ് ആയി കഴിയുമ്പോൾ. പിന്നെ അടുത്ത പ്ലാന്റ് ഒരു കലേഡിയമാണ്. ഒരു റെഡ് കലേഡിയം, ഒരു നിയോണും റെഡും കൂടെ ആയിട്ടുള്ളൊരു മിക്സിൽ വരുന്ന ഒരു കലേഡിയമാണ്. ഇതിൻ്റെ ചെറിയൊരു പ്ലാന്റാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ പ്ലാന്റ് കാണാൻ തന്നെ. ബോക്സിൽ അടുത്തതായിട്ടുള്ളതും ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ്. ആ കോംബോയിൽ വരുന്നത് തന്നെയാണ് അലോക്കേഷ്യ നെബുല എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ സിംഗിളായിട്ട് നല്ലൊരു വലിയൊരു പ്ലാന്റ് ഒക്കെ വാങ്ങാൻ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് വരും. ഒരു 500, 1000 ആ ഒരു റേഞ്ചിലൊക്കെ ഈ ഒരു പ്ലാന്റിന് വില വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു കോംബോയിൽ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഒരു ചെറിയൊരു പ്ലാന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ നല്ലൊരു റീസണബിൾ റേറ്റിൽ വരുന്നൊരു കോംബോയാണ് ഈ ഒരു അലോക്കേഷ്യ കോംബോയിൽ വരുന്നത്. ആ ഒരു കോംബോയിൽ തന്നെ ഉള്ളതാണ് ഈ ഒരു പെപ്രോമിയ വെറൈറ്റിയും. ഒരു 4 അലോക്കേഷ്യയും 2 പെപ്രോമിയും ഒരു ബിർക്കിനുമാണ് ആ ഒരു കോംബോയിൽ വരുന്നത്. ടോട്ടൽ 8 പ്ലാന്റ്സ് ആണ്. നല്ലൊരു കോംബോ തന്നെയാണത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു പെപ്രോമിയ. നല്ല ഭംഗിയുള്ള ഒരു പെപ്രോമിയാണ്. പിന്നെ അടുത്തതായിട്ട് കാർഡ്ബോർഡ് റോളിലുണ്ടോ ഇതൊക്കെ പെപ്രോമിയൊക്കെ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്തത് റെയിൻ ഡ്രോപ്പ് പെപ്രോമിയ എന്ന് പറയുന്നതാണ്. ഇത് ചെറുതായിട്ട് ലീഫൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഇനി ഇവരുടെ നിന്ന് നമുക്ക് ഇത് ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആ ഒരു വാട്സപ്പ് നമ്പറിൽ ഇവരുടെ ആ വാട്സപ്പ് നമ്പറിൽ കയറി കഴിഞ്ഞാൽ കാറ്റലോഗ് എന്ന് പറഞ്ഞ മുകളിൽ ഇങ്ങനെ ഒരു ഇത് ഓപ്ഷൻ കാണാം. അതിൽ നോക്കിയാൽ നമ്മുടെ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടും. ഇവരുടെ പ്ലാൻസ് ലിസ്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ റേറ്റും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പേരുൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട പ്ലാൻസ് ഇതിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ആ കോംബോയുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് കോംബോയിൽ എന്തൊക്കെയുണ്ട്, എത്രയാണ് റേറ്റ് എന്നുള്ളതൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവരുടെ നിന്ന് പ്ലാൻസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ള പ്ലാൻസ് സെലക്ട് ചെയ്യാം. ആഡ് ടു കാർട്ട് ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്ന പോലെ തന്നെ വാട്സപ്പിൽ കൂടെയും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു പ്ലാന്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ആഡ് ടു കാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർട്ടിലോട്ട് ഈ പ്ലാന്റ്സ് ഒക്കെ ആഡ് ആയിക്കോളും. അതുപോലെ തന്നെ വേറൊരു പ്ലാന്റും അതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാം. ആവശ്യമുള്ള പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഒരുപാട് ജിഫി ഐറ്റംസിൽ വരുന്ന ഒരുപാട് പ്ലാൻസ് ഉണ്ട് കേട്ടോ. ഈ 50 രൂപ 100 രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വ്യൂ കാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർട്ടിലുള്ള എല്ലാ പ്ലാൻസും നമ്മൾ സെലക്ട് ചെയ്ത പ്ലാൻസും കാണാം. അതിൻ്റെ ടോട്ടലൊക്കെ കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ വേറെ ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ എണ്ണം നമുക്ക് കൂട്ടണമെങ്കിലും കൂട്ടാം. 1, 2 ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ അവിടെ മുകളിൽ ഡിസ്പ്ലേ ചെയ്ത് തന്നെ വരും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കാം. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നേരിട്ട് മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ തീരാൻ സമയമായി. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.